ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു വൺ പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. അതിൻ്റെ പേര് പോലെ തന്നെ ഒരു പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ ഞാൻ എല്ലാം അളന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും വേഗത്തിലൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു അളവിൽ ഒരു കൺഫ്യൂഷൻസ് വരില്ലേ. പിന്നെ ഈ ഒരു ഗ്ലാസ് ആകുമ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 4 സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണിൻ്റെ 1/4 ഭാഗത്തോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആദ്യം ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മളെ ബാറ്റർ കുറച്ചും കൂടി കട്ടിയിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇതുപോലെ കിട്ടണം. പിന്നെ ഇതിലേക്ക് വനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആ പാനിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുപ്പിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു മൂടി ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കോലിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ മൂടിക്ക് പകരം ഏതെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ബാറ്ററുള്ള പാനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് കുക്കായിനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ആ ഫോർക്കിലൊന്നും തന്നെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം കുത്തിയപ്പോഴത്തേക്ക് തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും കുത്താനുള്ള ടെൻഡൻസി കൂടിയുണ്ട്. ഒരുപാട് കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് മൈദ, ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര, 1 സ്പൂണ് കോൺഫ്ലവർ പൊടി, 1 സ്പൂണ് കൊക്കോ പൗഡർ, ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആകണം. ഇനി ഇതിലേക്ക് നല്ലപോലെ പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാം. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വേഗം കട്ട പിടിക്കും. ഇനി നമ്മളെ കേക്കിൻ്റെ ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇനി ആ കേക്ക് ആ പാനിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാനാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ ഒരു വൺ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് സിമ്പിളാല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കേക്ക് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇന്ന് ഹായ് പറയാനുള്ള ലിസ്റ്റൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബായ്.